കേരളത്തിൽ ഏറെക്കാലമായി നിറഞ്ഞാടുന്നത് കേരള കോൺഗ്രസിലെ ആഭ്യന്തര ചലച്ചിത്രമാണ്. പി സി ജോർജാണ് ഈ ചിത്രത്തിലെ നായകനും വില്ലനും. പി സിയെ ചീഫ് വിപ്പിന്റെ കസേരയിൽ നിന്ന് ഓടിക്കണം എന്നാണ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. ജോർജിനെ ശരിപ്പെടുത്തുന്നതിനുള്ള ജോസഫിന്റെ വെടിവഴിപാട് ഇത്തവണയും വ്യർത്ഥമാകുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത്. ആഭ്യന്തര ആക്രമണങ്ങളിലേക്ക് കടക്കും മുമ്പ് സിനിമയുടെ ട്രെയിലർ. സത്യം ആർക്ക് കേൾക്കണം? എല്ലാവർക്കും എന്തെങ്കിലും ഇല്യൂഷനിൽ കഴിയാനാണ് താല്പര്യം. ജോസഫിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി താൻ ഫ്രാങ്കോഫോൺ ആണെന്ന്. ഒന്നാമത് ടെൻഷൻകാരൻ മനുഷ്യരോട് ഇരിക്കാൻ പറ്റുന്നില്ല. സോ തന്റെ സഹകരണം എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ. പണ്ട് എയിൻസ്റ്റീൻ പറഞ്ഞത് രാത്രി ഉള്ളിടത്തോളം കാലം സമയമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന്. Let us start, man. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം ഇത്തവണയും പാതി വഴിക്ക് അവസാനിപ്പിച്ചു. ജോർജിനെ ശരിപ്പെടുത്താൻ ജോസഫ് ഗ്രൂപ്പ് അരയും തലയും മുറുക്കി തയ്യാറായി. മാണി സാർ ഇത്തവണ കനിയുമോ എന്ന പ്രതീക്ഷയോടെ. रब्बा मेरे मैनू बचा താനിതെവിടെ പോകുന്നു? കണ്ടൂല ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പറച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ ഞാൻ. ചിരിയുടെ ഈ സുന്ദര വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വലിയ സസ്പെൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഇൻഫാക്ട് ടെറിബിളി ഹ്യൂജ് വൺ. കാണാൻ പോണ പൂരത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ആ പൂരമാണ് ഇനി. ജോർജിന്റെ ചരിത്രം, ചീഫ് വിപ്പിന്റെ കസേരയിൽ ഇരുന്ന് പ്രതിപക്ഷ നേതാവ് ചമയൽ, ജോസഫ് വിഭാഗത്തെ നാടുനീളെ ചീത്ത വിളിക്കൽ തുടങ്ങി സകല പാപങ്ങളുടെ പേരിലും ജോർജിനെതിരെ കല്ലേറ് തുടങ്ങി. ഇത്തവണ പേടിച്ചു നിൽക്കാതെ പിന്നാലെ ചെന്ന് ആക്രമണമായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ആദ്യമായിട്ടാണ് ഒരു പാർട്ടി യോഗത്തിൽ, പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മുഴുവൻ ആളുകളും ഒരാൾ പോലും വ്യത്യാസമില്ലാതെ, അത് പഴയ ജോസഫ് ഗ്രൂപ്പുകാരെന്നോ പഴയ മാണി ഗ്രൂപ്പുകാരെന്നോ വ്യത്യാസമില്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ആവശ്യപ്പെട്ടത് പി സി ജോർജിൻ്റെ കഴിഞ്ഞകാല 2.5 വർഷത്തെ ചീഫ് വിപ്പ് എന്നുള്ള സ്ഥാനത്തുള്ള പ്രവർത്തനം നിരാശാജനകമാണ്, പാർട്ടി വിരുദ്ധമാണ്, മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. ഒന്നുകിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇന്നലെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ബഹുഭൂരിപക്ഷം പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വികാരത്തിൻ്റെ, ആ അഭിപ്രായത്തിൻ്റെ ശക്തി ഇന്ന് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ആവശ്യം നടപ്പിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ? പിന്നെ ചെയ്തേക്കെന്താ? ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാനം പറയിപ്പിച്ചില്ലെങ്കിൽ കഴിഞ്ഞ് ഞങ്ങൾ മാത്രമല്ലല്ലോ, കോൺഗ്രസ് പാർട്ടി അഭിപ്രായപ്പെട്ടല്ലോ ശ്രീ പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് മാറ്റണമെന്ന്. ഘടകകക്ഷികളെല്ലാം, ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും, ഇന്നലെ മെനിഞ്ഞാന്ന് ജനതാദൾ നേതാവ് ശ്രീ വീരേന്ദ്രകുമാർ അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടല്ലോ ചീഫ് വിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ്, ഒരു മുന്നണി UDFൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ശ്രീ പി സി ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം ദുരുപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണ്ട് മുന്നണിയിലെ എല്ലാ കക്ഷികളും, മുഖ്യകക്ഷി മുതൽ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വന്തം കക്ഷി പോലും ആ ആവശ്യത്തിലേക്ക് വരുമ്പോൾ ആ ആവശ്യം അംഗീകരിക്കാൻ പാർട്ടിയും നിർബന്ധിതമാകും, മുന്നണി നേതൃത്വം നിർബന്ധിതമാകും, മുഖ്യമന്ത്രി നിർബന്ധിതമാകും.
പരസ്യമായി എതിർത്ത് മാണിസാറും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞു. പക്ഷേ അവരുടെ ശാസനകൾക്കും അവരുടെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് അവരെക്കാൾ വലിയ നേതാവാണ് താനെന്നുള്ള മട്ടിൽ PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ വിജയത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കേണ്ട സീറ്റാണ്. കോട്ടയം പാർലമെൻറ്റ് ശ്രീ ജോസ് കെ മാണി മത്സരിക്കേണ്ട മണ്ഡലത്തിലാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ് ജില്ലാ പ്രസിഡന്റായിരുന്ന DCC പ്രസിഡന്റായിരുന്ന മണ്ഡലം, ശ്രീ ആന്റണി MP DCC പ്രസിഡന്റ്, ഈ 4 പേരെയും തെരഞ്ഞു പിടിച്ച് കഴിഞ്ഞ കുറേ കാലമായി ശ്രീ PC ജോർജ് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യം എന്താണ്? ശ്രീ ജോസ് കെ മാണിയെ കോൺഗ്രസ്സുകാരുടെ സഹായത്തോടെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ഈ 4 പേരെയും തെരഞ്ഞു പിടിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ആക്രമിക്കില്ലായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ പാർട്ടിക്ക് ദോഷമാണ്. ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ സാരമായി ബാധിക്കും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ആ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാണിസാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അല്പം വൈകും എന്നുള്ളതാണ്. മാണിസാർ തിരിച്ചറിയണം. അത് മാണിസാർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ശക്തമായ വികാരവും അഭിപ്രായവും ഞങ്ങൾ മാണിസാറിൻ്റെ അടുത്തും കമ്മിറ്റിയിലും പ്രകടിപ്പിച്ചത്. ഞങ്ങൾ പരസ്യമായല്ല ഈ അഭിപ്രായം ആദ്യം ഉന്നയിച്ചത്, ഞങ്ങൾ കമ്മിറ്റിക്കകത്താണ് ഉന്നയിച്ചത്. പക്ഷേ കമ്മിറ്റിക്കകത്ത് ഉന്നയിച്ചിട്ടും അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഈ വിയോജിപ്പ് ഞങ്ങൾ പരസ്യമായി പുറത്തും പറയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മാധ്യമങ്ങളോട് പറയാൻ നിർബന്ധിതരാകുന്നത്, ഇപ്പോൾ പറയുന്നത്. ജോർജ് ആക്ഷേപിക്കാത്ത, വ്യക്തിഹത്യ നടത്താത്ത ഏത് പാർട്ടിയുണ്ട്, ഏത് വ്യക്തിയുണ്ട്, ഏത് നേതാവുണ്ട്? മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മുതൽ മന്ത്രിയായ ശ്രീബു ബേബി ജോൺ വരെ, നേതാക്കന്മാരിൽ ഉന്നതനായ ശ്രീ AK ആന്റണി മുതൽ ശ്രീ TN പ്രതാപൻ MLA വരെ, ഇതിൽ MLA-മാരല്ലാത്തവരെ നോക്കിയാൽ ശ്രീ KR ഗൗരിയമ്മ മുതൽ MM ഹസൻ വരെ, എന്തിന് മരിച്ചവരെ നോക്കിയാൽ യശസ്വരീനായ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ശ്രീ KM ജോർജ് സാർ മുതൽ TV തോമസ് വരെ, ആരെ വ്യക്തിഹത്യ നടത്താത്ത? ഏറ്റവും ഒടുവിൽ സഹപ്രവർത്തകരെ. ഇങ്ങനെ എല്ലാവരും വ്യക്തിഹത്യ നടത്തി, എല്ലാ പാർട്ടികളെയും ആക്ഷേപിച്ച് മുന്നണിയെ പ്രതിസന്ധിയിലാക്കി, മുന്നണിക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എങ്ങനെ ഒരാളെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ കഴിയും? എന്താ പ്രശ്നം? എന്റെ ചോറിനകം പാര വെച്ചിരിക്കുന്നത്. നാളെ കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല. അല്ല, രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കാൻ പാടില്ലാത്തത്? പക്ഷേ അതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ളൊരു സുപ്രധാനമായ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് രൂപം കൊണ്ടിരിക്കുന്ന, പൊതുസമൂഹം അംഗീകരിക്കുന്ന, കേരള ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാടിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അല്ല, അത് വരുന്ന ദിവസങ്ങളിൽ ഈ ഞങ്ങളുടെ ഈ നിലപാടിനോടുള്ള സമീപനത്തെ ആശ്രയിച്ചിരിക്കും. ഞങ്ങളിപ്പോൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഈ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വിയോജിപ്പിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു അടഞ്ഞ അധ്യായമല്ല. ഇപ്പോൾ ഞങ്ങൾ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 അംഗ സമിതി തീരുമാനിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരു സീരിയസ് ആയ തീരുമാനമായിട്ട് ഞാൻ കരുതുന്നു. എന്തായാലും 3 അംഗ സമിതിയെ തീരുമാനിച്ചുവെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ്? പ്രഥമ ദൃഷ്ടിയ ശ്രീ PC ജോർജ് കുറ്റക്കാരനാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ 3 അംഗ സമിതിയെ നിയോഗിക്കാൻ മാണിസാർ തയ്യാറായത്. അതെങ്കിലും ശ്രീ ജോർജ് മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം കണ്ടും കേട്ടും ജോർജ് ചിരിച്ചു കളിച്ച് നടപ്പാണ്. പാർട്ടി ചെയർമാൻ അതിനപ്പുറത്ത് ഒന്നും പറയാനില്ല. അതൊക്കെ പാർട്ടി ചെയർമാൻ പറയും. ചെയർമാൻ പറഞ്ഞത് അത് തന്നെ പാർട്ടി തീരുമാനം. രണ്ടല്ല തന്നെ ചിഹ്നം, ഒരു തർക്കവും വേണ്ട. അത് യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഘട്ടമാണ്. പാർട്ടി ചെയർമാൻ പറയുന്നത് അത് തന്നെ അതിന്റെ തീരുമാനം. ഇടുക്കി സീറ്റ് കാര്യം ചർച്ച ചെയ്യാൻ പറ്റായിരുന്നു. കൊച്ചു കള്ള തെളിയിക്കൊന്നല്ലേ പറഞ്ഞത്? തെളിയിക്കേ ജോസഫേ, ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരണ ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്കും. നിങ്ങൾ ഇതിനകത്തോട് ജീവൻ പോലും തരുന്ന പ്രശ്നമില്ല പറഞ്ഞില്ലേ? ദൈവമേ തൊലച്ചോ. പണ്ടത്തെ പോലെ മാണിസാർ ഒരു ശാസനയിൽ ഇത്തവണയും ഒതുക്കുമോ എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പേടി. അതുകൊണ്ടാണ് അവർ കടുപ്പിച്ച് നിൽക്കുന്നതും. മാണിസാറിന്റെ നിലപാട് അറിയാനുള്ള ആകാംക്ഷ ഒരിടവേളയ്ക്ക് ശേഷം തീർക്കാം. ഇവിടെ അച്ചടക്കത്തോടും ഭയഭക്തിയോടും കഴിയുന്ന വേറെയും കുട്ടികളുണ്ട്. പക്ഷെ പുറത്തെങ്ങാനും ഇറങ്ങി വന്ന ഷോ അടിച്ചു